ഹലോ, നമുക്കിനി പവനമുക്താസനം പഠിക്കാം. പവനമുക്താസനം എന്ന് പറഞ്ഞാൽ ബാഡ് ഗ്യാസ്, വേസ്റ്റ് ഗ്യാസിൽ നിന്നെല്ലാം മുക്തമാകുക, സർവ്വ വേസ്റ്റ് ഗ്യാസും പുറത്തു പോവുക. അതോടെ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥികളൊക്കെ വളരെ ആക്റ്റീവാക്കുന്നു. വയറിലെ ഉദരഭാഗത്തെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകുന്നു. കൈകൾക്കും കാൽമുട്ടുകൾക്കും നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നു. കാണാം. ഇതെൻ്റെ കൊച്ചുമോളാണ്. ഇവൾ സെക്കൻഡ് MBBS പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ആദ്യം നമ്മൾ ഓരോ കാലേ ചെയ്യണം. ഒരു കാല് പൊക്കി 45 ഡിഗ്രി ആകുമ്പം ശ്വാസം എടുത്ത് വിടണം. അത് കഴിഞ്ഞ് 90 ഡിഗ്രി ശ്വാസം എടുത്തിട്ട് വിട്ടുകൊണ്ട് നെറ്റിയോ മൂക്കോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് മുട്ടിക്കുക. നെറ്റിയോ മൂക്കോ താടിയോ മുട്ടിക്കണം. അത് കഴിഞ്ഞ് 90 ഡിഗ്രി പൊക്കി ശ്വാസം വിട്ടുകൊണ്ട് യോഗ മാറ്റി പതുക്കെ വെക്കുന്നു. ഇത് തന്നെ ഇടത്തെ കാലിലും ആവർത്തിക്കുക. 45 ഡിഗ്രി പൊക്കുന്നു, ശ്വാസം എടുത്ത് വിടുന്നു, ശ്വാസം എടുത്തുകൊണ്ട് മുട്ടുന്നു. ഇനി 90 ഡിഗ്രി ഉയർത്തി പതുക്കെ 45 ഡിഗ്രി ആകുമ്പോൾ ശ്വാസം മൊത്തം വിട്ട് പതുക്കെ താക്കുന്നു. ഇതാണ്. ഇനിയും പവനമുക്താസനം ഫുള്ള് 2 കാലും അതുപോലെ തന്നെ പൊക്കി നെറ്റിയോ മൂക്കോ മുട്ടിച്ചു 90 ഡിഗ്രി പൊക്കി പതുക്കെ താക്കുന്നു. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം 45 ഡിഗ്രി പൊക്കുന്നു, ശ്വാസം എടുത്ത് വിടുന്നു, 90 ഡിഗ്രി പൊക്കിയിട്ട് ശ്വാസം വിട്ടുകൊണ്ട് മുട്ടിന്മേൽ നെറ്റിയോ മൂക്കോ വെക്കുന്നു. ഇത് വയറ് കുറയ്ക്കുന്നു. മലബന്ധമുള്ളവർ സ്ഥിരമായിട്ട് വലിയ മലബന്ധമുള്ളവർ ചെയ്യരുത്. പക്ഷെങ്കിൽ ഇത് മലബന്ധം ഇല്ലാത്തവർക്ക് ദഹനശക്തി കൂട്ടുന്നു, വയറ്റിലുള്ള വേസ്റ്റ് ഗ്യാസസ് എല്ലാം പുറത്തു പോകുന്നു. വളരെ നല്ലൊരു ആസനമാണ്. കാലിൻ്റെ മുട്ടുകളൊക്കെ നല്ല ബലപ്പെടുന്നു. കൈകളിൽ ചുറ്റിപ്പിടിക്കുന്നുണ്ട്. കൈകൾക്ക് ഇതിൻ്റെ ജോയിൻസൊക്കെ നല്ല ഫ്ലെക്സിബിളാകുന്നു. ഓക്കെ.